ചേട്ടാ ഇത് കുറച്ചേരല്ലേ വെയിലത്തൊന്നും നിൽക്കണത്. നിങ്ങളെന്താ കാര്യം വെച്ചാ പറ. എനിക്ക് ഷോപ്പിൽ പോണം. ரவி, எவ்வளோ நாள் தான்ப்பா காசை வாங்கி கல்லாலிய போட்டுட்டு இருப்ப? உன் அக்கௌண்ட்ல எப்போ போட போற? சரி, உன் வீட்ல ஒரு பிள்ளையார் சிலை இருக்குல்ல? ശരി. അതാപ്പാ പിള്ളേര്. പിള്ളേർ തന്നെ? പിള്ളേർനാ ഗണേശൻ. ആ ഗണപതി ഉണ്ട്. அது எனக்கு வேணும். உனக்கு என்ன வேணும்? നിങ്ങൾ എന്തൊക്കെയാ പറയണ? എനിക്കൊന്നും മനസ്സിലാവില്ല. എന്താ സംഭവം ഇത്? கண்ணா, பரம்பரையா பிள்ளையார் தான் எங்களுக்கு எல்லாம். பிள்ளையார்னா எனக்கு உயிர். உன் வீட்ல இருக்கிற பிள்ளையார எனக்கு கொடுத்துடுமா? എന്ത് കൊടുത്തിടാൻ? അതല്ല, എന്റെ വീട്ടിലേക്കുള്ള വിഗ്രഹത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? எங்களுக்கு தெரியாதுப்பா. ஆனா ஆர்காலஜி டிபார்ட்மெண்ட்டுக்கு தெரியும். ஆர்காலஜி டிபார்ட்மெண்ட்னு ஒன்று இருக்கு. அது உனக்கு தெரியுமா? ആ അതൊക്കെ തരും. പക്ഷെ നമ്മുടെ വീട്ടിൽ ചെന്ന് അമ്മ മറ്റേ ചൂലും കെട്ടിട്ട് അടിച്ചു ഓടിക്കും. ചേട്ടാ എന്നെ കൊണ്ട് നാക്കി സമയം വൈകി, എനിക്ക് പോണം. ஏன்பா வரும்போது மூளையை கிளல வச்சுட்டு வண்டியா? எங்களுக்கு செலவு வேணும்ப்பா. உனக்கு என்ன வேணும்? டேய், அவன் வருவான். അപ്പൊ നോക്കേ ഇനി തുടങ്ങാം. എനിക്ക് ഈ ജ്യോതിഷത്തിലൊക്കെ വലിയ വിശ്വാസമാണേ. രാഹുലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയതേ. പക്ഷെ ഗുളികകാലം കഴിയാൻ അല്പം ബാക്കി ഉണ്ടായിരുന്നു. അതാ രാമങ്കണേര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ മകരത്തിൽ തന്നെ ഒന്ന് രണ്ട് നല്ല തീയതികൾ അങ്ങോട്ട് കുറിച്ചെന്നുണ്ട്. മകരം എന്ന് പറയുമ്പോ ജനുവരി 14 കഴിഞ്ഞിട്ടേ. ആ അത് നന്നായി, സമയമുണ്ടല്ലോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു തേനീച്ച കൂടെ അവിടെ ഉണ്ടായിരുന്നില്ലേ? അത് ഇപ്പോഴവിടെ ഉണ്ടോ? ഇപ്പോഴുണ്ട്. എന്റെ നല്ല പ്രായത്തിലാണെങ്കിൽ ഞാൻ എടുത്ത് കളഞ്ഞേനെ അത്. ഇനിയിപ്പോ വല്ല തമിഴന്മാരെയും ബംഗാളികളെയും കിട്ടുമോ നോക്കാം. അല്ലാണ്ട് ആരെടുത്ത് കളയാനാ? കണ്ണേര് വയ്യാത്ത ഇവനാ. വേണ്ട. സംഗീന്ന് വിളിക്കാലല്ലേ? സംഗീന്ന് എന്തായാലും വേണ്ട. രവിക്ക് രാത്രിയിലൊട്ടും കാണാൻ പറ്റില്ലേ? അയ്യോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ലൈറ്റ് ഉണ്ടെങ്കിൽ കാണാം. എന്തേ? അതെ, നിങ്ങളൊന്ന് നിന്നേ, ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഒന്ന് ചെയ്ത് നിൽക്ക്, ചിരിക്കേ. അതെ, രവിക്ക് ഈ താടി ക്ലീൻ ഷേവ് ചെയ്തിരുന്നെങ്കിൽ നല്ല ക്യൂട്ടായതിനെ കാണാൻ. അയ്യോ ഈ താടി എന്റെ കോൺഫിഡൻസ്. അത് പോയി. ഒന്നുകൂടെ എടുക്കാം. ഈ ഫോട്ടോ എനിക്കൊന്ന് അയച്ചു തരൂ. ഓ പിന്നെ ശരി. താങ്ക് യു. ഇൻസ്റ്റാഗ്രാമിൽ ഇതിപ്പോഴേ പോസ്റ്റ് ചെയ്യണ്ട കേട്ടോ. ഈ താടിക്ക് എന്താണ് കുഴപ്പം? അടിപൊളിയാണല്ലോ. ആ നേരത്തെ അങ്ങനെ പറയേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നു ഏട്ടാ? ഞാൻ ഉള്ളതല്ലേ പറഞ്ഞോളൂ. നമ്മുടെ മോന്റെ വയ്യായി കറിഞ്ഞു വന്ന ബന്ധല്ലേ അല്ലേ? ആ എന്താണ്ടാ? ഒന്നുമില്ല. ആ കല്യാണത്തിന് ആരെയാ വിളിക്കേണ്ടെന്ന് വെച്ചാ വിളിക്കുക. ആരെനി പ്രത്യേകിച്ച് വിളിക്കേണ്ട ഒരു കാര്യമില്ല. എന്തോ ദേവപ്രശ്നമോ വാങ്ങാത്ത വലിയോന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടി ഇങ്ങോട്ട് എഴുന്നള്ളുണ്ട്. എന്ത് ദേവപ്രശ്നം? അമ്പലം പുതുക്കി പണിയാലും പുതിയ പ്രതിഷ്ഠയും അങ്ങനെ എന്തൊക്കെയോ.
അപ്പൊ ഇത്രയും കാലം ഈ വിഗ്രഹം ഇവിടെ അല്ലായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ഒരു പുതിയ ഭക്തി? ഭക്തിയൊന്നല്ല, വേറെന്തൊക്കെ പ്ലാനിങ് ഉണ്ട്. ഏയ്, ആ പെണ്ണ് ഇവിടെ വന്ന് കയറാനുമ്പോ വിറ്ററ ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്ക് ഗോമതി. അയ്യോ അതുങ്ങൾ സാധുക്കള്, എന്റെ ഗണപതിയുടെ കാവൽക്കാരാ. ഇതവിടെ ഇരുന്നോട്ടെ. ഞാൻ ഇറങ്ങാം. അപ്പൊ പോയാലേ പാലക്കാടേക്കുള്ള ബസ് പിടിക്കാം. രവിക്കുട്ടാ പോട്ടെ. ആ രണ്ട് മുരിങ്ങാക്കോലും കൂടി വെച്ചേക്കട്ടാ. സാലീഷേട്ടനാണേ. ഇതിലേത് ലോട്ടറിയാണ് അടിക്കുക? വല്ല ഐഡിയ ഉണ്ടോ? എനിക്കതറിയാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരും. ഒരെണ്ണടിക്കണതാണ്ട് കൊടുക്കണ. എന്തായാലും അടിക്കൂല, ഉറപ്പാ. നോക്കാലോ. അച്ഛാ ഇതടിക്കുന്ന നമ്പർ കുഴപ്പമില്ല, വരണു. ഇതുണ്ടോ? ഇതൊക്കെ അടിച്ച നമ്പറല്ലടാ. എന്താ വെച്ചാ എന്താ പറ്റിയേ? ആ ഇതിങ്ങനെ ഇടയ്ക്കുള്ളതാ, BP കുറഞ്ഞതാണെന്ന് തോന്നുന്നു. അപ്പോൾ കൊണ്ട് കാണിക്കാൻ വെച്ചു. രാത്രി ഉറക്കമില്ല. എന്നിട്ട് ഇപ്പൊ ഒറ്റക്കാണോ വന്നത്? കൂടെയുള്ള മച്ചാമാരൊക്കെ എന്ത്? അമ്മയ്ക്ക് എന്തിടാ വിശേഷം? അമ്മയ്ക്ക് എന്ത് വിശേഷം? പഴയ വിശേഷമൊക്കെ തന്നെ. പക്ഷെ ഇപ്പൊ ഭക്തിപ്രാന്ത് ഇത്തിരി കൂടിയുണ്ട്. ഇപ്പൊ എന്തോ ഭാഗ്യകതേ അങ്ങനത്തെ പുതിയ ഐറ്റമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കളിച്ച് നടുകളല്ല പണി. അവളൊരു നിധി കാക്കുന്ന ഭൂതാണ്. നിങ്ങൾ തമ്മിൽ പിരിയാൻ പാടില്ല അച്ഛാ. പെണ്ണ് കാണാൻ പോയിട്ട് എന്തായിടാ? പെണ്ണാണ് പോയിട്ട് പെണ്ണുണ്ട്. ഫോട്ടോ ഒക്കെ ഉണ്ടോ? കാണി. ആഹാ നല്ല കുട്ടിയാണല്ലോ, എനിക്ക് ചേരും. കുട്ടിയൊക്കെ നല്ലതാണ്. കുട്ടിക്ക് പക്ഷെ എന്നെ ഇഷ്ടപ്പെടണോന്നറിയില്ല. അവർക്ക് കണ്ണിന്റെ പ്രശ്നം ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ടോക്കൺ നമ്പർ 5. എനിക്ക് നമ്പർ 11 നീ ഇവിടെ വെറുതെ കുത്തിരുന്ന സമയം കളയണ്ട. പള്ളി പോയിക്കോ. അല്ല ഞാനിരുന്നോളാം, കുഴപ്പമില്ല. പൊക്കോടാ, ഞാൻ നോക്കിക്കോളാം. അച്ഛാ നോക്കി വീട്ടിൽ പോണേ. എന്തായാലും വിളിച്ചോ.